ഹലോ. അപ്പം ഇന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ വൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഇന്നല്ല, ഇത് നാളെയാണ്. പക്ഷെ ഞാൻ തലേ ദിവസം തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലുക്സും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓൺലൈനിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കുമെന്ന്. അപ്പോൾ ഇതായിരുന്നു ആ ഡ്രസ്സ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത് കരുനാഗപ്പള്ളി പള്ളിയിലാണ്. ഒരു താജ്മഹൽ ലുക്കുള്ള പള്ളി ഉണ്ടല്ലോ, അവിടെയാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ച് നല്ല ആംബിയൻസ് ആയിരിക്കും, പിന്നെ ആൾക്കാരും അധികം കാണത്തില്ല. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിൽ ഈദിൻ്റെ ലുക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ വേറെ ചുരിദാറുകളുണ്ട്, അത് വെച്ചിട്ടും ഫോട്ടോസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ നോർമലി വൈറ്റ് ഡ്രസ്സ് ആണല്ലോ ഇടുന്നത്, അതുകൊണ്ട് ഞാൻ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓക്കെ ആയിട്ട് നിൽക്കാം. ബിലാലാണ് കൊണ്ടുവന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ കമ്മൽ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിനെല്ലാം പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനത്തെ അവസാനം നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നു. എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തിരുന്നത് എൻ്റെ അനിയത്തിയാണ്. ബിലാലാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു സൈഡിൽ പോയി നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കരുനാഗപ്പള്ളി പള്ളി എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഒരു താജ്മഹൽ മോഡലുള്ള പള്ളിയാണിത്. ഭയങ്കര രസമാണ്. കുറേ പേര് ഇവിടെ രാവിലെയൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ 2 പേര് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്നാണെങ്കിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ടുള്ളത്. കുറേ എന്താ പറയുക, കറക്റ്റ് നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി അതുപോലത്തെ ഒരു ഫീലാണ് ഈ പള്ളി വരുമ്പോൾ കിട്ടുന്നത്. അപ്പം ഹലോ, ഞങ്ങളിതാ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിന് തലേ കാണാൻ പറ്റും. ഹലോ, നമ്മളിതാ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ആകെപ്പാട് ടയർഡായി. രാവിലെ ആണെങ്കിലും വെയിലുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളാണല്ലോ, പുറത്തെ ക്ലൈമറ്റ് നല്ല ചൂടായതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പോയപ്പോൾ കൂടി ചെന്നപ്പോൾ തന്നെ നിന്നുരുകുമായിരുന്നു. പിന്നെ എന്നാലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തിനാണ് നേരത്തെ ഡ്രസ്സ് ചെയ്തൊക്കെ പോയി ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അന്ന് പോകുന്ന സമയത്ത് ഒരുപാട് തിരക്കും കാര്യങ്ങളും ആയിരിക്കും റോഡിലും. പിന്നെ അവിടെ ആ ഒരു പള്ളിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അന്ന് അങ്ങനെ പോകാറില്ല. നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതല്ലാണ്ട് ഇതിന് ഫോട്ടോ എടുക്കാനൊന്നും വേണ്ടി പോകാറില്ല. അപ്പോൾ അതാ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്കും നാസിയൊക്കെയാണ് എടുത്തത്. ബിലാലിന് ഫോട്ടോ വേണ്ടാന്ന് പറഞ്ഞു, എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നാളെ എടുത്തോളായിരിക്കും, അറിയില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലുക്ക്. അങ്ങോട്ട് പോയപ്പോൾ നല്ല സെറ്റപ്പൊക്കെ ആയിട്ടായിരുന്നു പോയത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് ചൂടെടുത്ത് ആകെപ്പടി വല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ചുരിദാറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അടുത്തൊരു വ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ചുരിദാറും ഈ കമ്മൽ ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ റേറ്റും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. കമ്മൽ കണ്ടില്ല, ഇതാ കണ്ടോ. പിന്നെ ഈ ഹെന്ന ഉൾപ്പെടെ ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല സാധനങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.